2014 പാർലമെന്റിലേക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോൾ പടിവാതിലിൽ നരേന്ദ്രമോദി മുട്ടുകുത്തി നമസ്കരിച്ചു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നാണ് അന്ന് വാഴ്ത്തിപ്പാടിയത്. എന്നാൽ വർഷം 10 തികയുമ്പോൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ എത്ര ജനാധിപത്യം ബാക്കിയുണ്ട്? ഉത്തരം മുട്ടുമ്പോൾ ചോദ്യങ്ങളെ പുറത്താക്കുന്നതാണ് ഇന്ന് മോദി സർക്കാരിന്റെ ജനാധിപത്യം. ഇക്കഴിഞ്ഞയാഴ്ച ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ സഭ സമ്മേളിക്കുമ്പോഴായിരുന്നു ലോക്സഭയിലേക്ക് അതിക്രമിച്ചു കടന്ന് യുവാക്കളുടെ പ്രതിഷേധം. രാജ്യം ഞെട്ടിയ സുരക്ഷാ വീഴ്ച. മറുപടിയുണ്ടോ എന്ന് സർക്കാരിനോട് പ്രതിപക്ഷം ചോദിച്ചു. അന്ന് തൊട്ട് ഇന്നേ വരെ പ്രധാനമന്ത്രിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ ഇക്കാര്യത്തിൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ കൂട്ടാക്കിയില്ല. പകരം ചോദ്യം ചെയ്ത പ്രതിപക്ഷ അംഗങ്ങൾ കൂട്ടത്തോടെ പടിക്ക് പുറത്ത്. ഇന്നോളം ഇത്രയേറെ അംഗങ്ങൾക്കെതിരെ ഇതുപോലൊരു നടപടിക്ക് ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചിട്ടുമില്ല. Members to be suspended from the service of the house. The house has been reduced to just being a shouting brigade. आप मर्यादा का निरंतर उल्लंघन कर रहे हैं. It has never happened in parliamentary democracy. Above mentioned members may be suspended from the service of the house Who continuously shouted slogans and even entered the well of the house. ആക്രമണം നടന്ന് ഒരാഴ്ചയായപ്പോൾ പാർലമെന്റിൽ പുറത്തായവർ ആകെ 141. രാജ്യസഭയിലെ 94 പ്രതിപക്ഷ എംപിമാരിൽ 46 പേർ, ലോക്സഭയിലെ 134-ൽ 95. ആക്രമണത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇരുസഭകളിലും പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. പക്ഷേ ദുരഭിമാനം മൂത്ത് പാർലമെന്റിൽ ഒരക്ഷരം സംസാരിക്കാൻ അമിത്ഷാ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, സഭയ്ക്ക് പുറത്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. പ്രതിപക്ഷാംഗങ്ങൾക്ക് പുല്ലുവില. സമ്മേളന കാലത്ത് പാർലമെന്റിന് പുറത്ത് പ്രസ്താവനകൾ നടത്തുന്നത് അവകാശ ലംഘനമാണെന്ന് ഓർക്കണം. പാർലമെന്റിന് നേരെ ഏറ്റവും വലിയ കടന്നാക്രമണമുണ്ടായത് 2001 ഡിസംബർ 13-നായിരുന്നു. 11 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം. വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളും ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം വാജ്പേയി സർക്കാർ അംഗീകരിച്ചെന്ന് മാത്രമല്ല, ചർച്ചയ്ക്ക് മുന്നേ ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനി പ്രസ്താവന നടത്തുകയും ചെയ്തു. ലോക്സഭയിലെ ചർച്ചകൾ 2 ദിവസം നീണ്ടുനിന്നു. എന്നാൽ ഇത്തവണ ആക്രമണത്തിന്റെ 7-ാം ദിനം ഈ ദിവസങ്ങളത്രയും സഭയ്ക്കുള്ളിൽ എത്താത്ത അമിത്ഷാ ചോദ്യം ചോദിക്കാനും പ്രതിഷേധമുയർത്താനും ആളില്ലാതായപ്പോൾ സഭയിലെത്തി. എന്നാൽ ഒരു വരി ആക്രമണത്തെക്കുറിച്ച് മിണ്ടിയില്ലെന്ന് മാത്രമല്ല, പ്രതിപക്ഷം കൂട്ടത്തോടെ ഇല്ലാതായ സഭയിൽ നിർണായക ബില്ലുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. സമ്മേളന കാലാവധി കഴിയും വരെ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നത് പതിവാണ്. എന്നാൽ 14 അംഗങ്ങളുടെ സസ്പെൻഷൻ കാലാവധി എത്ര വരെയെന്ന് പോലും വ്യക്തമാക്കിയിട്ടില്ല. അനിശ്ചിതകാലത്തേക്ക് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നതിൽ സുപ്രീം കോടതി ഉത്തരവ് ഓർക്കണം. പ്രാതിനിധ്യത്തിനുള്ള ജനങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നാണ് AIP അംഗം രാഘവ് ചദ്ദ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി പറഞ്ഞത്. ലോക്സഭയിലേക്ക് കടന്നു കയറിയവർക്ക് സന്ദർശക പാസ് നൽകിയ BJP എംപിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? പാസ്വേഡ് നൽകിയ മഹുവ പുറത്ത്, പാസ് നൽകിയ പ്രതാപ് സിൻഹ അകത്ത് എന്നതാണ് അവസ്ഥ. ലോക്സഭയിൽ കൂടുതൽ അംഗങ്ങളെ ഒരുമിച്ച് പുറത്താക്കിയത് 1989 മാർച്ചിലായിരുന്നു. 63 പേരെ. ഇന്ദിരാവധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് സഭയിൽ വയ്ക്കാത്തതിലായിരുന്നു രാജീവ് ഗാന്ധി സർക്കാരിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. 3 ദിവസത്തേക്കുള്ള സസ്പെൻഷൻ 2-ാം ദിനത്തിൽ പിൻവലിക്കപ്പെട്ടു. मैंने एक बार पंडित जी से कह दिया था कि आपका एक मिला जुला व्यक्तित्व है, वो नाराज नहीं हुए. आजकल ऐसी आलोचना करना दुश्मनी को दावत देना. താനും ജവഹർലാൽ നെഹ്റുവുമായുള്ള ബന്ധം വിശദീകരിച്ച് വാജ്പേയി 1/4 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണിത്. നെഹ്റുവിനെ നിരന്തരം തള്ളുന്ന മോദിയും BJPയും പ്രതിപക്ഷത്തെക്കുറിച്ചുള്ള വാജ്പേയിയുടെ വാക്കുകളെങ്കിലും ഉൾക്കൊള്ളണം.